ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്നതാണ് കിഷോറിൻ്റെ മുന്നിൽ ഗീതുവിൻ്റെ തനി രൂപം പുറത്തിറങ്ങുന്നത് കാണാനായിട്ട്. എന്തായാലും അത് നമുക്ക് കാണാനും സാധിച്ചു. കാരണം കിഷോർ എന്ന് പറയുന്നവൻ വെറും ചതിയനും വഞ്ചകനുമാണെന്നുള്ള കാര്യം ഗീതു തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഗോവിന്ദനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ മുന്നിൽ നല്ലവനാകാൻ ശ്രമിച്ച് ചെയ്യുന്നതെല്ലാം അബദ്ധമെന്നുള്ളൊരു രീതിയിലേക്കായി പോയി കാര്യങ്ങൾ. അപ്പോൾ പണത്തിനോടുള്ള ആർത്തി കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഏതാ പെങ്ങളേതാ ഇതൊന്നും തിരിച്ചറിയാത്തൊരവസ്ഥയിലേക്ക് കിഷോർ വന്നു. എന്തായാലും ഗീതുവിനെ കടന്നു പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു ആകൻ ഒരു നിമിഷത്തേക്ക് എന്താ പറയുന്നത് ഒരു നടുങ്ങിപ്പോയി. കാരണം കിഷോർ തന്നെയാണോ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നൊരു നിമിഷത്തേക്ക് ഗീതു ചിന്തിച്ചു. ഈ സമയത്താണ് ഈ താലിയുടെ കാര്യം നമ്മുടെ ഗീതു പറയുന്നത്. ഏതെങ്കിലും അമ്പലത്തിൽ പോയി താലി തൻ്റെ കഴുത്തിൽ കെട്ടിയതിന് ശേഷം മാത്രമേ തൻ്റെ ദേഹത്ത് തൊടാൻ പാടുള്ളൂ. അപ്പോഴേക്കും അവൻ അത്രത്തോളം അധംപതിച്ചവനാണെന്ന് ഗീതു തിരിച്ചറിയുന്നു. ഗോവിന്ദൻ കെട്ടിയ താലി അത് താൻ കെട്ടിയതാണെന്ന് ഓർത്താ പോരെ എന്നിവൻ ഗീതുവിനോട് ചോദിച്ചു. അത് കേട്ടപ്പോഴത്തേക്കും ഗീതുവിന് എന്താ പറയണ്ടേ, ഇവനെ വല്ലാതെ അറപ്പും വെറുപ്പുമായിപ്പോയി. കാരണം അന്തസ്സുള്ള ഒരാണും ഒരിക്കലും പറയാത്തൊരു കാര്യമാണ് ഈ കിഷോർ എന്ന് പറയുന്ന ആണം കെട്ടവൻ പറഞ്ഞത്. അങ്ങനെ ഗീതുവിനെ ഇവൻ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുള്ള കാര്യം ഗീതുവിന് മനസ്സിലായി. അപ്പം ഗീതു ആണെങ്കിൽ കിഷോർ എൻ്റെ ദേഹത്ത് തൊടരുതെന്ന് പറയും തോറും ഇവനാണെങ്കിൽ ഗീതുവിൻ്റെ ദേഹത്തേക്ക് അളിഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഗീതു ആണെങ്കിൽ ഇവനെ പിടിച്ചൊരു ഒറ്റ തള്ള്. ഗീതു തള്ളിയ തള്ളലിന് ഇവൻ പോയി അങ്ങ് വീണു. പോയി വീണത് മാത്രമല്ല, ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പെട്ടി ഉണ്ടായിരുന്നല്ലോ, ആ പെട്ടി നിറച്ച് പൈസയായിരുന്നല്ലോ. അപ്പോൾ ഇതെന്താ ഏതാണെന്നൊന്നും ഗീതുവിന് അറിയാത്തതുകൊണ്ട് ഗീതു ഇതൊന്നും ശ്രദ്ധിച്ചത് പോലും ഇല്ലായിരുന്നു. പക്ഷേ തള്ളലിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വീണ് കഴിഞ്ഞപ്പോൾ ഈ കിഷോറിൻ്റെ കയ്യിലുള്ള ആ പെട്ടി തെറിച്ച് താഴെ പോയി. ആ സാധനത്തിൽ നിന്ന് ഗീതു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കണക്കിന് നോട്ട് ഇങ്ങനെ അങ്ങ് ചാടി. ഇത് കണ്ടപ്പോഴേക്കും ഗീതു ഇങ്ങനെ ആകെ വല്ലാതെ ആയിട്ടോ. ഈ സമയത്ത് ഗീതു ചോദിച്ചു, ഈ പൈസ മുഴുവൻ നിനക്ക് എവിടുന്നാ, ഈ പൈസ നിനക്ക് എവിടുന്ന് കിട്ടിയതാണെന്ന്. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങനെ വല്ലാത്തൊരു ചിരിയൊക്കെ ഈ കിഷോർ ചിരിക്കുക. സത്യം പറ കിഷോർ, നിനക്ക് എവിടുന്നാ ഈ പൈസ കിട്ടിയത്, നിനക്ക് ആരാ ഈ പൈസ തന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ കിഷോർ പറഞ്ഞു, ഇത് നിന്നെ ഗോവിന്ദന് വിട്ടുകൊടുക്കാൻ എനിക്ക് കിട്ടിയ പൈസയാണെന്ന്. പക്ഷേ എന്തായാലും ഗീതു ഇതൊന്നും വിശ്വസിച്ചില്ല കേട്ടോ. കിഷോർ പറയുന്നതൊക്കെ ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളായതുകൊണ്ട് ഗീതുവിന് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗീതു വിശ്വസിച്ചതുമില്ല. ഗോവിന്ദ് സാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു കാര്യമാണ് ഗീതു അന്നേരവും കിഷോറിനോട് പറയുന്നത്. അതെ, നിൻ്റെ ഗോവിന്ദൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, നിൻ്റെ ഗോവിന്ദൻ ചെയ്യില്ലല്ലോ, നീ വിശ്വസിക്കേണ്ട, നിൻ്റെ ഗോവിന്ദൻ എനിക്ക് തന്ന പൈസയാടി ഇത് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗോവിന്ദന് നിന്നെ ഞാനങ്ങ് വിട്ടുകൊടുത്തേക്കാം. പക്ഷേ അതിനു മുന്നേ ഇത്രയും കാലം എന്നെ പറഞ്ഞു പറ്റിച്ച് കൊതിപ്പിച്ച് നീ കടന്നു കളഞ്ഞവളല്ലേ, ആ നിന്നെ ചുമ്മാ അങ്ങ് ഗോവിന്ദന് വിട്ടുകൊടുക്കാനേ ഈ കിഷോറിന് കഴിയോ? ഇല്ലല്ലോ. അതുകൊണ്ട് കിഷോറിന് നിന്നെ വേണം. നീ കിഷോറിൻ്റേതായതിന് ശേഷം ഗോവിന്ദൻ്റെ കൂടെ പൊയ്ക്കോ, എനിക്ക് അതിനൊരു കുഴപ്പമില്ല, നിന്നെ എനിക്ക് വേണ്ട എന്നുള്ളൊരു രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും ഗീതു പറഞ്ഞു, കിഷോർ നീ എന്തൊക്കെയാ പറയുന്നത്, എനിക്ക് പേടിയാകുന്നു കിഷോർ, നീ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ, എന്തിനാ നീ പേടിക്കുന്നേ, ഞാൻ നിൻ്റെ കിഷോറല്ലേ, നിൻ്റെ കിഷോറാ ഞാൻ, നീ പേടിക്കേണ്ട കാര്യമില്ല, പാ നമുക്ക് സ്നേഹിക്കാവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ഒരു വല്ലാത്ത രീതിയിലൊക്കെ ഗീതുവിനോട് സംസാരിക്കുന്നു. ഗീതുവിനാണെങ്കിൽ ഇവനെ കാണുന്നതും കൂടെ പേടിയായി തുടങ്ങി. ഗീതു അന്നേരം കിഷോറെ പോന്ന് പറയുന്നുണ്ട്. എവിടെ പോകാൻ, എങ്ങോട്ട് പോകാൻ, കിഷോറല്ലേ, കിഷോർ എങ്ങും പോകണമൊന്നുമില്ല. കിഷോർ എന്നിട്ട് ഗീതുവിനെ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഗീതു ആണെങ്കിൽ കുതറി മാറി മടുത്തു. ഈ റൂമും പൂട്ടിയിട്ടേക്കുന്നു. എന്നിട്ട് ഗീതു ഒരു തരത്തിൽ ഓടി ഡോറിൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടുന്ന് ഗീതു ഇറങ്ങി ഓടാൻ നോക്കിയപ്പോഴത്തേക്കും ഇവൻ ഗീതുവിനെ പുറകിൽ നിന്ന് കയറി വട്ടം അങ്ങ് പിടിച്ചു ബലപ്രയോഗത്തിലൂടെ. അപ്പോഴേക്കും ഗീതു ആകെ പകച്ചുപോയി. ഗീതുവിന് ഇനിയിപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പോലും ഗീതു ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു പോയി. അങ്ങനെ ഗീതു ഇങ്ങനെ ആകെ പേടിച്ച് വിറച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ സമയത്താണ് നമ്മുടെ മഹേഷ് നേരെ ഗോവിന്ദനെ ഫോണിൽ വിളിക്കുന്നത്. അപ്പോൾ വിളിക്കുന്തോറും ഈ കട്ട് ചെയ്ത് വിടുന്നതല്ലാതെ ഗോവിന്ദ് കോൾ എടുക്കുന്നില്ല. അപ്പോൾ ഗോവിന്ദൻ കോൾ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ താൻ ഗീതുവിൻ്റെ കാര്യം പറയാൻ വിളിക്കുന്നതാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവൻ കോൾ എടുക്കാത്തതെന്ന് മഹേഷിന് മനസ്സിലായി. മഹേഷ് എന്നിട്ട് എന്ത് ചെയ്തു, വേഗം തന്നെ വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചു. അപ്പോഴേക്കും ഇതാരാണെന്ന് അറിയാത്തത് കൊണ്ട് ഗോവിന്ദൻ കോൾ എടുത്തപ്പോൾ, നീ എന്ത് പണി കാണിക്കുന്നതെന്ന് ചോദിച്ചു കിഷോർ.
മഹേഷ് കിഷോറിൻ്റെ കാര്യം പറയാനാണ് ഞാൻ ഈ വിളിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ കോൾ എടുക്കാത്തതെന്ന് പറഞ്ഞു. എടാ, നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, വലിയൊരു അപകടത്തിലേക്ക് ഗീതുവിനെ തള്ളിവിട്ടിട്ടാണ് നീ പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപകടമോ? എന്തപകടം? കിഷോർ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. കിഷോർ എന്ന് പറയുന്നവൻ പണത്തിന് മാത്രം മൂല്യം കൊടുക്കുന്നവനാണ്. നീ ഗീതുവിനെ അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പോയാൽ ഗീതു മരിച്ചാൽ പോലും അവൻ ഗീതുവിനെ നിനക്ക് തരികയില്ലെന്നും അതുപോലെ തന്നെ ഗീതുവിനെ അവൻ ഉപേക്ഷിച്ച് കളയും എന്നുള്ള കാര്യവും പറയുക. അപ്പോൾ അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, നീ അത് വേഗം കാണാനും കേൾക്കാനും പറഞ്ഞു മഹേഷ്. അപ്പോൾ മഹേഷ് പറഞ്ഞതനുസരിച്ച് ഗോവിന്ദൻ ആ വീഡിയോ എടുത്ത് കേൾക്കുക. വീഡിയോ എടുത്ത് കേട്ടപ്പോൾ എന്താ സത്യമാണ്, ഇവൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അതിനകത്ത് മഹേഷ് റെക്കോർഡ് ചെയ്തേക്കുമല്ലേ. മഹേഷ് അത് റെക്കോർഡ് ചെയ്ത് ഈ പൊട്ടൻ അറിഞ്ഞതുമില്ല. എന്തായാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ, നീ ഇതെന്താടാ നേരത്തെ പറയാതിരുന്നതെന്ന് ചോദിച്ചു. നിന്നോട് ഇത് പറയാനല്ലേടാ ഈ വിളി മുഴുവൻ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്, നീ എന്നിട്ട് എടുത്തോടാന്ന് ചോദിച്ചുകൊണ്ട് മഹേഷ് ദേഷ്യപ്പെടുക. അപ്പോഴേക്കും ഗോവിന്ദൻ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് തിരിച്ച് അതായത് ഗീതുവിൻ്റെ അടുത്തേക്ക് പറന്നു വരുന്നു. അങ്ങനെ ഗീതുവിനെ രക്ഷിക്കാനായിട്ട് ഗോവിന്ദൻ വരുന്ന സമയത്ത് ഈ ഗീതുവിൻ്റെ മനോനില മൊത്തത്തിലങ്ങ് തെറ്റിപ്പോയി. കാരണം കിഷോർ എന്ന് പറയുന്നവൻ ഗീതുവിനോട് അത്തരത്തിൽ പെരുമാറി കഴിഞ്ഞപ്പോൾ ഗീതുവിന് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്കായിപ്പോയി. താൻ വിശ്വസിച്ച് താൻ ഇത്രയും കാലം ഇവന് വേണ്ടിയാണല്ലോ കാത്തിരുന്നത് എന്ന് ഓർത്തപ്പോൾ ഗീതുവിനോട് തന്നെ പുച്ഛം തോന്നുന്നൊരവസ്ഥ. അങ്ങനെ ഗീതു ഇങ്ങനെ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരിത് നിൽക്കുക. ഒരു തരത്തിൽ ഇവനെ ഒരു മുറിയിലേക്ക് കയറ്റിയിട്ട് പുറത്തുനിന്ന് നമ്മുടെ ഗീതു പൂട്ടി. ഇവനാണെങ്കിൽ ആ വാതിലൊക്കെ തല്ലി പൊളിക്കുവാണ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഗീതു വാതിൽ തുറക്കുക, ഗീതു നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുക, ഗീതു നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുക ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഭയങ്കരമായിട്ട് കിടന്ന് വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഗീതുവിൻ്റെ സമനില തെറ്റിക്കൊണ്ടേ ഇരിക്കുവാണേ. കാരണം ഇവനോട് ഭയങ്കരമായിട്ട് അറപ്പും വെറുപ്പും ആയിപ്പോയി ഗീതുവിന്. ഗീതു എന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് ഗീതു അവിവേകമൊന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയിലാണ് പാവം നമ്മുടെ ഗോവിന്ദൻ ഓടുന്നത് വണ്ടി കൊണ്ട്. അപ്പോൾ ഇവൻ എവിടെയാണെന്നറിയത്തില്ല. അപ്പോൾ മഹേഷിനെ വേഗം ഒന്ന് വിളിച്ചു. ഗീതു അവിടെ ഉണ്ടോ, എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് പോയി എന്നുള്ള കാര്യം പറഞ്ഞു. മിക്കവാറും അവൻ്റെ ഫ്ലാറ്റിൽ തന്നെ കാണുമെന്നുള്ള കാര്യം. അങ്ങനെ ഇവർ ഈ ഒരു കാര്യവും പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് വീണ്ടും ഗോവിന്ദൻ ഓടുക. അങ്ങനെ ഗോവിന്ദൻ ആ വണ്ടിയായിട്ട് പറന്നു പോണേ. അങ്ങനെ ഗോവിന്ദൻ നേരെ കിഷോറിൻ്റെ ഫ്ലാറ്റ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഈ സമയത്ത് അവർണികയും അമ്മയും പെങ്ങളും കൂടി അവിടുത്തെ ചെക്കപ്പും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി. അവരും നേരെ കിഷോറിൻ്റെ ഫ്ലാറ്റിലേക്കാണ് വരുന്നത്. ഈ സമയത്ത് നമ്മുടെ കിഷോറിനെ ഗീതു ഇനിയും വെറുതെ വിട്ടാൽ പറ്റില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക. അങ്ങനെ ഗീതു ഇനി ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല, ഇവനെ കൊല്ലണം എന്ന് തന്നെ ചിന്തിക്കുന്നു. ഇനിയും ഇവനിങ്ങനെ ആരോടും പെരുമാറാൻ പാടില്ലെന്നും തൻ്റെ ജീവിതത്തിൽ ഇനി അവൻ ഇങ്ങനത്തെ വൃത്തികെട്ട പണി കാണിക്കാൻ പാടില്ലെന്നും തീരുമാനിച്ചുറപ്പിച്ചാണ് നമ്മുടെ ഗീതു അങ്ങനെ ചിന്തിക്കുന്നത്. എന്നിട്ട് കിഷോർ എന്ന് പറയുന്നവനെ അവനെ ഇനി വെറുതെ വിടാൻ പാടില്ല എന്ന് ഗീതു തീരുമാനിച്ച് ഇവനെ കൊല്ലണം എന്ന് തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ നമ്മുടെ ഗീതു ഈ കിഷോർ എന്ന് പറയുന്നവനെ മുറിയിലിട്ട് പൂട്ടിയിരിക്കുകയാണല്ലോ. എന്നിട്ട് പിന്നെ നൈസായിട്ട് ചെന്ന് വാതിൽ തുറന്നപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ നീ എന്ത് പണിയാടി കാണിച്ചെന്ന് ചോദിച്ചു ഗീതുവിൻ്റെ കുത്തിനെ കയറി പിടിക്കുകയോ ഗീതുവിനെ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ ഗീതുവിൻ്റെ മുന്നിൽ മര്യാദയായിട്ട് നിൽക്കുന്ന പോലെയൊക്കെ കാണിച്ചു. അന്നേരം ഈ പൊട്ടൻ ഓർത്തു ഗീതുവിന് സമ്മതമായിരിക്കുന്നു. ഇത്രയും നേരം നീ പിന്നെ എന്തിനാ എൻ്റെ മുന്നിൽ മസിൽ പിടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. അങ്ങനെ നമ്മുടെ ഗീതു ഇവന് വഴങ്ങുന്നത് പോലെ നിന്നിട്ട് ഇവൻ തിരിഞ്ഞു നിൽക്കുന്ന നിൽപ്പിൽ അവിടെ ഇരുന്നൊരു എന്തോ ഒരു ഫ്ലവർ വേഴ്സ് പോലത്തെ ഒരു സാധനം എടുത്ത് ഇവൻ്റെ തലക്കെട്ടൊരൊറ്റ അടിയായിരുന്നു. ആ ഒരടിയിൽ അമ്മേന്നും വിളിച്ച് തല കറങ്ങി നമ്മുടെ കിഷോർ നിലത്ത് വീണു. കിഷോർ അങ്ങനെ നിലത്ത് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ വണ്ടിയൊക്കെ അവിടെ പാർക്കൊന്നും ചെയ്തില്ല, അവിടെ ഇട്ടിട്ട് ഓടി വരുക ഇവരുടെ ഫ്ലാറ്റിലേക്ക്. 10ാം നിലയിലല്ലേ, എങ്ങനെയൊക്കെയോ അവിടെ എത്തി പറഞ്ഞിങ്ങ് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു ഇങ്ങനെ ഇതും അടിച്ച് ഇവൻ്റെ അപ്പോൾ വാതിലൊക്കെ പുറത്തുനിന്ന് ഇതാക്കിയേക്കുക. ഗോവിന്ദനാണെന്ന് ഒരു രീതിയിൽ അതൊക്കെ തുറന്ന് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കിഷോർ നിലത്ത് കിടപ്പുണ്ട്. ഗീതു ഇങ്ങനെ കയ്യിൽ ഫ്ലവർ വേഴ്സും പിടിച്ചിങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ ആകെ തകർന്നു പോയിട്ടോ. കയറി വന്ന വരവിന് ഈ ഗോവിന്ദൻ കാണുന്നത് ഗോവിന്ദൻ്റെ അമ്മയെ ആയിപ്പോയി. അമ്മയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ്റെ ലെവൽ മൊത്തത്തിൽ തെറ്റിപ്പോയി. ഗോവിന്ദന് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഗോവിന്ദനും. അങ്ങനെ ഇവർ ഈ ഒരു അവസ്ഥ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിനെ രക്ഷിക്കാതിരിക്കാൻ ഗോവിന്ദന് കഴിയില്ലല്ലോ. അപ്പോൾ ഗീതുവിനോട് നീ എന്താ ഈ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഗീതു ഇങ്ങനെ ഒരു വകയായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇവൻ ചതിയനാ ഗോവിന്ദ് സാർ, ഇവൻ ചതിയനാ. ഇവൻ എന്നോട് പറഞ്ഞതൊക്കെ കള്ളവാ.
ഇവൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല, ഇവൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിച്ചും പേയും പറയുന്നത് പോലെ ഗോവിന്ദനോട് ഗീതു പറയുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ അവനെ കൊന്നു, അവൻ ഇനി ജീവിക്കേണ്ട, അവൻ ജീവിക്കാൻ യോഗ്യതയുള്ളവനല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദന് ആകെ എന്തോ പോലെ ആയിപ്പോയി. കാരണം ഇനിയിപ്പോൾ എല്ലാം ഗോവിന്ദൻ ഇതൊന്നേന്ന് തൊട്ട് നോക്കണമല്ലോ. ഗീതുവിനെ രക്ഷിക്കാതിരിക്കാൻ ഗോവിന്ദന് കഴിയില്ല. കാരണം ഗീതുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മുടെ ഗോവിന്ദന്. ഇപ്പോൾ നമ്മുടെ കിഷോറിനെ ഗീതു കൊല്ലുകയും ചെയ്തു, അതിൻ്റെ ഉത്തരവാദിത്വം ഗോവിന്ദൻ ഏറ്റെടുക്കേണ്ടിയും വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു എന്താ പറയുക, ഭയങ്കരമായ ട്വിസ്റ്റോട് കൂടിയാണ് നമ്മുടെ കഥ വരുന്നത് വമ്പൻ വഴിത്തിരിവിലേക്ക്. ഗീതു കൊന്ന കൊലപാതക കുറ്റം മിക്കവാറും ഗോവിന്ദൻ്റെ തലയിലാവുകയും ചെയ്യും. ഇതിൻ്റെ ചെവി അറിയാതെ ഒതുക്കാനായിട്ട് മഹേഷിനെ വിളിക്കുകയും ചെയ്യും. അവർണികയും അതുപോലെ അമ്മയും പെങ്ങളും കൂടെ വന്നു കഴിയുമ്പോഴോ ഇവരെ കിഷോറിനെ തപ്പി നടക്കും, കിഷോറിനെ കിട്ടാനും പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കഥയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ എപ്പിസോഡ് ഇനി വരാൻ പോണത്. എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. താങ്ക്